അവർ തെറ്റ് ചെയ്താലും ഞങ്ങൾ അതേ മാർഗ്ഗം ഞങ്ങൾ പിൻപറ്റി ഞങ്ങൾ അവസാനം വരെ ഞങ്ങൾ അതിൽ പ്രവർത്തിക്കുകയും ഈമാനോട് മരിക്കുകയും അവർ നരകത്തിലേക്കാണെങ്കിൽ അവരുടെ കൂടെ ഞങ്ങൾ നരകത്തിൽ പോകാൻ തയ്യാറാണ്. അവർ നരകത്തിൽ പോയി ഞങ്ങൾക്ക് സ്വർഗ്ഗം ആവശ്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാര്, താജുൽ ഉലമ, അതുപോലെ എ പി ഉസ്താദ്, അവർ നരകത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് യാതൊരു ആഗ്രഹവും ഞങ്ങൾക്കില്ല. അവർ സ്വർഗ്ഗത്തിലാണോ അതേ സ്വർഗ്ഗത്തിൽ ഞങ്ങളും പോകും ഇൻഷാ അല്ലാഹ്. അവർ പരലോകത്ത് കൈയൊഴിയുന്ന രീതിയാണ് ഒന്ന് അല്ലാഹു തആല പറഞ്ഞത്. രണ്ടാമത്തെ ഒരു സംഭാഷണമുണ്ട്. അതാരെന്നറിയോ? വിശ്വാസത്തിൽ പിഴവ് പറ്റിയ ആളുകളാണ്. എത്ര ദീന് പറഞ്ഞു കൊടുത്താലും, എത്ര ഖുർആന്റെ ആയത്ത് പറഞ്ഞു കൊടുത്താലും, എത്ര ഹദീസുകൾ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്താലും പറയും ഞങ്ങൾ വാപ്പക്കാരന്മാരായി ജീവിച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാവാൻ കഴിയില്ല. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلْنَا وَإِلَى الرَّسُولِ അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾ വരണേ, അവിടുത്തെ പ്രവാചകനിലേക്ക് നിങ്ങൾ കടന്നു വരണേ എന്ന് അവരോട് പറയുമ്പോ ഖാലു അവര് പറയുന്നുണ്ട് ഹസ്ബുനാ ഞങ്ങൾക്കിത് മതി, മാ വജദ്നാ അലൈഹി ആബായനാ ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയാണ് അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ അവരുടെ പൂർവ്വപിതാക്കന്മാർ അവരൊന്നും അറിയാത്തവരാണെങ്കിലും സന്മാർഗം കിട്ടാത്തവരാണെങ്കിലും അവർ അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഞങ്ങൾ വാപ്പക്കാരന്മാരായി ജീവിച്ചു വന്നത് ഇങ്ങനെയാണ്. അവര് പറയും ഉറൂസിന്റെ മഹാമഹങ്ങൾ നടത്തുമ്പോ, പ്രിയമുള്ളവരെ, മൃഗങ്ങളെ അള്ളാന്റെ പടപ്പുകൾക്ക് വേണ്ടി ബലിയെറുക്കുമ്പോ, ആണ്ട് നേർച്ചകൾ ഇങ്ങനെ നടത്തുമ്പോ, ദീനിന്റെ പേരിൽ എല്ലാവിധ ആഘോഷങ്ങളും കൊണ്ടുവരുമ്പോ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുമ്പോ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുമ്പോ, സൃഷ്ടിച്ചവനായ നാഥനില്ലാതെ സുജൂദ് പാടില്ല എന്നവരോട് പറയുമ്പോ അവര് പറയുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ കണ്ടത് ഇങ്ങനെയാണ്, അവർക്കെന്താ ദീനില്ലേ? എന്റെ വാപ്പ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്ത് പൊക്കോട്ടെ. ലോകത്ത് ഈ വാദം പറഞ്ഞ ഫിർഔനിന്റെ വാദമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ത്വാഹ. മൂസാ നബിയുടെ കാലത്ത് അധികാരികളാണെന്ന് ഖുർആൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മുശ്രിക്കീങ്ങളാണെന്ന് സൂറത്ത് മുഅ്മിനൂൻ. ഇവരുടെ വാദമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഈ വാദം പറയുമ്പോൾ നമ്മൾ എല്ലാവരും എന്താ പറയാ? എന്റെ ബാപ്പ നരകത്തിലാണെങ്കിൽ, എന്റെ വല്യപ്പ പണ്ടേ നല്ല പണ്ഡിതനാൻ, അവരുടെ വഴിയിൽ ഞങ്ങൾ ഇങ്ങനെ പോയി, ഇനി അവരെ നരകത്ത് പോവാണെങ്കിൽ പോയിക്കോളൂ. ഇതൊക്കെ പറയാൻ ഭയങ്കര സുഖാണ്. പക്ഷെ ഈ പറയുന്ന വാദം ഉന്നയിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒറ്റ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ വാപ്പക്കാരന്മാരുടെ ദീന് മതി എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നുവെങ്കിൽ, ഉത്ബത്തും ഷൈബത്തും വലീദ് ബിൻ മുഈറയും പറയുന്ന ആദർശങ്ങളിൽ നിന്ന് എന്ത് വ്യതിരക്തതയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാവുക? അവരൊരു പ്രമാണത്തിനെ പിന്തുടർന്നു. നമുക്ക് പൂർവികരെ വേണ്ടെന്നില്ലേ? പൂർവികർ വേണം. ആരാ പൂർവികരെ? മുത്തുനബിയും സഹാബത്തുമാകുന്ന പൂർവികരാണ്. അങ്ങനെ പറഞ്ഞ ആളുകളിലെ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് കടന്നു വരുമ്പോ അള്ളാഹിന്റെ നരകത്തിലേക്ക് അവർ വന്ന് വീഴുന്ന സന്ദർഭങ്ങളിൽ ഈ സഹോദര സമുദായങ്ങളെ പരസ്പരം ഇങ്ങനെ ശപിക്കുകയാണ്. അവര് മുഴുവനും നരകത്തിലൂടെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിൽ പിന്തലമുറക്കാർ അതിന്റെ മുമ്പ് കടന്നു വന്ന ആളുകളോട് പറയുന്നുണ്ട്, റബ്ബനാ ഹൗലാഇ അളല്ലൂനാ, ഈ ആടുകളാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചതല്ലാ, ഫആതിഹിം അദാബൻ ളിയഫൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ഇരട്ടിയായി ശിക്ഷ കൊടുക്കണേ അല്ലാ.